അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 13 അധ്യായം 5 വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ ഈ വാക്യം എഴുതിയിരിക്കുന്ന പ്രകാരമാണ്: ടെസ്റ്റ് യുവർ സെൽഫ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഇഫ് യു റിയലി ആർ ട്രൂ ടു യുവർ ഫെയ്ത്ത്. ഇഫ് യു പാസ് ദ ടെസ്റ്റ് യു വിൽ ഡിസ്കവർ ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ യു. ബട്ട് ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ലിവിങ് ഇൻ യു, യു ഹാവ് ഫെയിൽഡ്. POC മലയാളം ബൈബിളിൽ ഈ വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ച് അറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. നാം ഓരോരുത്തരും ശോധന ചെയ്യേണ്ട കാര്യമാണ് നാം വിശ്വാസത്തിൽ തന്നെ ഉണ്ടോ എന്ന്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നാം സാക്ഷാൽ മുന്തിരിവള്ളിയുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ, അതോ ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണോ? ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം വാടേണ്ടി വരികയില്ല, പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാൻ നമ്മിൽ വസിക്കുന്ന ക്രിസ്തു നമ്മെ സഹായിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം അവൻ്റെ വചനം അനുസരിച്ചാൽ ക്രിസ്തു നമ്മിൽ വന്ന് വാസം ചെയ്യും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രശ്നങ്ങളാണ്. ക്രിസ്തു നമ്മിൽ ഇല്ല എങ്കിൽ ചെറിയ ഒരു പരീക്ഷയിലും നാം പരാജയപ്പെട്ടു പോകും. ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായം 12 വാക്യത്തിൽ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ദൂതൻ പറയുന്നു. ന്യായാധിപന്മാർ 6 അധ്യായം 13 വാക്യത്തിൽ ഗിദെയോൻ അവനോട് പറയുകയാണ്: യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും സംഭവിക്കുന്നത് എങ്ങനെ? ഗിദെയോൻ ഇപ്പോൾ പറയുന്നത് ഗിദെയോൻ്റെ കാര്യമല്ല, ന്യായപ്രമാണം അനുസരിക്കാതെ തങ്ങൾക്ക് ബോധിച്ചവണ്ണം ജീവിക്കുന്ന ഇസ്രയേൽ ജനത്തെക്കുറിച്ചാണ്. യഹോവയുടെ ദൂതൻ പറഞ്ഞത് ഇസ്രയേൽ ജനത്തോടല്ല, യഹോവയുടെ പ്രമാണം ലംഘിക്കാതെ ജീവിക്കുകയും കോതമ്പ് വിതച്ച് മിദ്യാന്യരുടെ കണ്ണിൽ പെടാതെ കൊയ്ത് മുന്തിരിച്ചക്കിനടുത്ത് വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോനോട് മാത്രമാണ്. യഹോവ ഗിദെയോനോടൊപ്പമുണ്ട് എന്നതിന് തെളിവ് മിദ്യാന്യരുടെ കയ്യിൽ ഗിദെയോൻ്റെ ഗോതമ്പ് പോയിട്ടില്ല എന്നതാണ്. രാജ്യത്ത് എത്ര പേർ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത് ജീവിച്ചാലും അവരുടെ ഇടയിൽ ഒരുത്തൻ മാത്രം വിശ്വസ്തയോടെ ജീവിച്ചാൽ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവനെ അനർത്ഥത്തിൽ വിടാതെ സൂക്ഷിക്കുകയും അഹങ്കാരികൾക്ക് തക്ക പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു, അഥവാ യഹോവയായ ദൈവം. ക്രിസ്തു കൂടെ ഉണ്ടാകണമെങ്കിൽ നാം ക്രിസ്തുവിനെ അനുസരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ക്രിസ്തു നമ്മിൽ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ദുരാത്മാവ് സ്ഥാനം പിടിക്കുന്നതിനാലാണ് നാം പരീക്ഷയിൽ പരാജയമായി തീരുന്നത്. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സൗമ്യത, താഴ്മ നമ്മിലുണ്ടാകും. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിലുണ്ടാകും. തന്നെത്താൻ താഴ്ത്തുവാനുള്ള മനസ്സ് ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്കുണ്ടാകും. പദവി വെടിയുവാനും നഷ്ടം സഹിക്കുവാനും നമുക്ക് കഴിയും. ശത്രുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും. തന്നെ ഒറ്റിക്കൊടുത്ത യൂദായെ സ്നേഹിത എന്നാണ് യേശു വിളിച്ചത്. കാരണം അവനിൽ പക ഇല്ലായിരുന്നു. തള്ളിപ്പറഞ്ഞ പത്രോസിനോട് താൻ ഗലീലയ്ക്ക് പോയിട്ടുണ്ട്, അവിടെ വെച്ച് കാണാം എന്നാണ് യേശു പറഞ്ഞ് ഏൽപ്പിച്ചത്. അതിനർത്ഥം നീ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല എന്നാണ്. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ദീർഘക്ഷമയുണ്ടാകും, പ്രാർത്ഥനാ ജീവിതമുണ്ടാകും. ദൈവവചനമായ ബൈബിൾ വായിക്കുവാനുള്ള താല്പര്യം ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകും. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്ന, നരകത്തിൽ വീണുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ആത്മഭാരം നമുക്കുണ്ടാകും. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നാം ആർക്കുമെതിരെ ആരോപണം ഉന്നയിക്കുകയില്ല, ആർക്കെതിരെയും ദോഷം ചിന്തിക്കില്ല. ശിഷ്യന്മാരുടെ നാവും
ചെവിയും നമുക്ക് ഉണ്ടാകുന്നത് ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഈ ലോകത്തിൽ ധനം സമ്പാദിക്കുവാനുള്ള ത്വര ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്കുണ്ടാവുകയില്ല. തന്നെയുമല്ല, ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനായി നാം ഉത്സാഹിക്കും. ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിൽ കഷ്ടതയിൽ കൂടി പോകുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സലിവ് തോന്നും. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ വഴിയിൽ കിടന്ന് നമുക്ക് വഴക്കുണ്ടാക്കുവാൻ കഴിയുകയില്ല, ഒച്ച വയ്ക്കുവാൻ കഴിയുകയില്ല. നമ്മളെ സൗമ്യത സകല മനുഷ്യരും അറിയുകയും ചെയ്യും. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തേക്കാൾ ആത്മാവിന് നാം പ്രാധാന്യം കൊടുക്കും. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നാം വഴിയറിയാതെ അലയേണ്ടി വരികയില്ല. തെറ്റായ സ്ഥലത്ത് നാം തെറ്റിച്ചെല്ലുകയുമില്ല. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ദ്രവ്യാഗ്രഹം ഉണ്ടാവുകയില്ല. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ ദൈവവചനത്തോട് അനുസരണവും ദൈവസ്നേഹവും നമുക്ക് ഉണ്ടാകും. മറ്റനേക സദ്ഗുണങ്ങൾ ക്രിസ്തു നമ്മിലുണ്ടാകും. നാം നമ്മെ തന്നെ ഒന്ന് പരീക്ഷിച്ച് ശോധന ചെയ്യണം. ക്രിസ്തു നമ്മിലില്ലെങ്കിൽ ചെറിയൊരു പരീക്ഷയിൽ പോലും നാം ഇടറിപ്പോകും. ഗിദെയോനോടൊപ്പം കർത്താവ് ഉണ്ടായിരുന്നത് മൂലം അവനെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ തോൽപ്പിക്കുവാൻ സാത്താന്യ ശക്തികൾക്ക് ഒരിക്കലും കഴിയുകയില്ല. ആകയാൽ ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ക്രിസ്തു നമ്മിലുണ്ടെന്ന് ഉറപ്പ് വരുത്തി നമുക്ക് ജീവിക്കാം. സകല പരീക്ഷയിൽ നിന്നും നമുക്ക് ജയിക്കാം. ജയാളിയായ കർത്താവിൻ്റെ അനുസരണമുള്ള മക്കളായി നമുക്ക് മുന്നേറാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് കർത്താവെ, പിതാവിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറുവാൻ ഇടവരുമാർ അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങ് ആശ്വാസം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിക്കുവാനിട വരാതെ സഹായിക്കണമേ. പീഡനം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് വിടുവിക്കണമേ. സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് സ്ഥിതിക്ക് മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.